ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പേപ്പർ ഉപയോഗിച്ച് ഒരു സൈക്കിളാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ വീട്ടിലെ ടേബിളിലോ അതല്ലെങ്കിൽ ഷോക്കേസിലൊക്കെ ഷോ പീസായിട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈക്കിളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ന്യൂസ് പേപ്പറോ മാഗസീൻ്റെ പേപ്പറോ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബുക്കിൻ്റെ നടുക്കിലത്തെ പേജ് കീറിയെടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഹാഫായിട്ട് ഇങ്ങനെ കീറിയെടുക്കുകയാണ്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. ഞാൻ ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെ ചരിച്ച് റോൾ ചെയ്തെടുക്കുന്നത്. റോൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് താഴെയും മേലെയും ഒരേ വീതി വരുന്ന രീതിയിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നും. 1-2 വട്ടം റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആയാലും നമുക്ക് ഈസി ആയിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ലാസ്റ്റത്തെ ഭാഗം നമ്മൾ ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ വെച്ചിട്ടുള്ള ആ സ്റ്റിക്ക് നമ്മൾ എടുത്ത് മാറ്റാം. ഇതേ രീതിയിൽ ഞാൻ 2 പേപ്പർ റോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പേജിനെ നമ്മൾ നീളത്തിൽ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പേപ്പർ റോളിനേക്കാളും കുറച്ചും കൂടി വണ്ണം കുറഞ്ഞ പേപ്പർ റോളായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ 2 വലിയ പേപ്പർ റോളും ഒരു ചെറിയ പേപ്പർ റോളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനെ കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കുകയാണ്. ഞാനിവിടെ ഒരു കോഫി മഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു കുപ്പിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം. സിലിണ്ടർ ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ വലിയ പേപ്പർ റോളുണ്ടല്ലോ 2 എണ്ണം, അതാണ് ഞാൻ ആദ്യം തന്നെ അതിലത്തെ ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ ചുറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ ഗ്ലൂ ആക്കി കൊടുത്ത് അടുത്ത വലിയ പേപ്പർ റോള് ചുറ്റും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സൈക്കിളിൻ്റെ ടയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെയും പുറത്താണ് നമ്മൾ ഏറ്റവും തിന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുള്ള പേപ്പർ റോൾ ഉണ്ടല്ലോ, അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഈ പേപ്പർ റോൾസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഈ ഗ്ലാസ് മേന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും കുറച്ചും കൂടിയും ഗ്ലൂ ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുക. നന്നായിട്ട് ഇത് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ 2 എണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കനം കുറഞ്ഞ ഒരു കാർഡ്ബോർഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ 2 റൗണ്ട് ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ വീതിയിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. സ്ട്രെയിറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഒട്ടിച്ചെടുക്കുക. ഇതിനെ നമ്മൾ 2 ഭാഗമായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. നടുക്കിൽ ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ 2 പീസുകൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതിൽ നടുക്കിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഈ പേപ്പർ റോൾ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ വീണ്ടും ഗ്ലൂ ആക്കി കൊടുത്ത് അടുത്ത കാർഡ്ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിനെ ഇതേപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ വീണ്ടും ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിനെയും നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പേപ്പറിനെ നമ്മൾ 3 കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സൈസ്. നമുക്ക് 32 പേപ്പർ ഇതേപോലെ ചെറുത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെക്കണം. എന്നിട്ട് തിന്നായിട്ടുള്ളൊരു കമ്പി യൂസ് ചെയ്തിട്ടാണ് ഞാനിത് റോൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് വിരൽ വെച്ചിട്ട് പതുക്കെ റോൾ ചെയ്തെടുത്താലും മതി, കമ്പി വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ എത്രത്തോളം തിന്നാക്കി നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ പേപ്പറിൻ്റെ ചെറിയ സ്റ്റിക്ക് പോലെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 32 എണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതെടുക്കാം. പിന്നെ നമ്മുടെ ടയറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് എടുക്കുക. ഇതേപോലെ നമ്മുടെ ഓരോ സ്റ്റിക്കും ഇങ്ങനെ നടുക്കിന്ന് സൈഡിലേക്ക് എത്ര നീളം വേണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതേ അളവിൽ ബാക്കി എല്ലാതും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതിലെ താഴെയുള്ള കാർഡ്ബോർഡിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് നമുക്ക് ഓരോ പേപ്പർ റോൾസും ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ ഒരെണ്ണം ഇതേപോലെ മേലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരെണ്ണം താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം റൈറ്റ് സൈഡിലും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും. അങ്ങനെ ഇപ്പോൾ 4 എണ്ണം നമ്മൾ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത 4 എണ്ണം ഇപ്പോൾ ഒട്ടിച്ചിട്ടില്ലേ, അതിൻ്റെ ഇടയിലായിട്ട് ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ താഴെയുള്ള കാർഡ്ബോർഡിൽ നമ്മൾ 8 എണ്ണമാണ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിങ്ങനെ തിരിച്ച് വെച്ച് ബാക്കി 8 എണ്ണം നമ്മൾ താഴെയുള്ള കാർഡ്ബോർഡിൽ, ഇപ്പോൾ താഴെയുള്ള കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതിലൊട്ടിച്ചു കൊടുക്കുകയാണ്.
നമ്മൾ മുമ്പ് ഒട്ടിച്ചു കൊടുത്തതിൻ്റെ നടുക്കിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വീലും മേലേക്ക് 16 സ്റ്റിക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ പേപ്പറിൻ്റെ സ്റ്റിക്കിന് പകരം നമുക്ക് ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ തിന്നായിട്ടുള്ള ഈർക്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ചെറിയ കമ്പി ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. കമ്പിയൊക്കെ ആകുമ്പോൾ നമ്മൾ അത് ഒട്ടിക്കാൻ പാകത്തിനുള്ള ഗ്ലൂ യൂസ് ചെയ്യേണ്ടി വരും. ഇനി ഈ ഓരോ സ്റ്റിക്കുകളും നമുക്ക് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിക്കുമ്പോൾ ഈ ടയറിൻ്റെ നടുക്കിൽ വരുന്ന രീതിയിൽ വേണം ഈ സ്റ്റിക്കുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 2 വീലും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പേപ്പറിൽ സൈക്കിളിൻ്റെ ഫ്രെയിം ഒന്ന് വരച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക നമ്മുടെ വീൽസ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിം ഇനി ഉണ്ടാക്കിയെടുക്കണം. പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ട് ഈ ഒരു പേജിനെ ഞാൻ ഇതേപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേപ്പർ റോൾസാണ് നമുക്ക് കിട്ടുക. നമുക്ക് പെട്ടെന്ന് മടക്കാനോ ഒടിക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ ചരിച്ച് റോൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതിനെ മടക്കാനോ ഒക്കെ പറ്റും. ഇതാവുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേപ്പർ റോളാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയുള്ള 3 പേപ്പർ റോൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 10 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കണ ആ ഒരു സൈക്കിളിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കണ ഈ ഒരു സൈസിന് എനിക്ക് 10 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ സാധാരണ നമ്മുടെ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യണത്. പക്ഷേ ഇങ്ങനെ സാധാരണ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടിക്കിട്ടാൻ കുറേ സമയം എടുക്കും. അപ്പോൾ എളുപ്പത്തിന് വേഗം ഒട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം ഒട്ടണ ഗ്ലൂ ഉണ്ടല്ലോ, സൂപ്പർ ഗ്ലൂവോ ഫെവിക്വിക്കോ അങ്ങനത്തെ എന്തെങ്കിലും വേറെ ഗ്ലൂ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും, വേഗം ഒട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചിരിക്കണം. നന്നായിട്ട് ഡ്രൈ ആയിട്ടാണല്ലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇളകി പോന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ പിടിച്ചിരിക്കേണ്ടി വരും. അതേപോലെ ഞാനിവിടെ മാസ്കിങ് ടേപ്പ് വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങണ വരെ വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിന് പകരം പേപ്പർ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് അത് ചുറ്റി വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും മതി. ബാക്കിയുള്ളതും നമ്മൾ ആ ഒരു പേപ്പറിൽ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ, അതേ രീതിയിൽ വരുന്ന പോലെ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധാരണ നമ്മുടെ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ഒട്ടി കിട്ടുള്ളൂ. അങ്ങനെ ലാസ്റ്റത്തെ ഈ ഒരു ചെറിയ പീസ് ഇതുപോലെ താഴെ വെച്ചിട്ട് താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ നേരത്തെ വരച്ചത് ഇങ്ങനെയായിരുന്നു, അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുള്ളൊരു പേപ്പർ റോൾ എടുത്തിട്ട് ഫ്രണ്ടിലത്തെ വീലിൻ്റെ ഇതേപോലെ നടുക്കിലായിട്ട് ഇങ്ങനെ വെച്ച് മേൽഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി മറ്റേ സൈഡിൽ ഇതുപോലെ നടുക്കിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നീളം നമ്മൾ നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് ഗ്ലൂ ആക്കി കൊടുത്തത് ഒട്ടിച്ചു കൊടുക്കാം. വീലിൻ്റെ നടുക്കിലായിട്ട് ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്ത് 2 സൈഡിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചിരിക്കണം. അതിനുശേഷം അതിൻ്റെ ഷേപ്പ് ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ടയർ ഉണ്ടാക്കാൻ വേണ്ടി കോഫി മഗ്ഗിൽ ചുറ്റിട്ടുണ്ടാക്കി എടുത്തില്ലേ നേരത്തെ, അതേ രീതിയിൽ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ടയർ ഉണ്ടാക്കാൻ നമ്മൾ 3 പേപ്പർ റോൾസ് യൂസ് ചെയ്തു. ഇത് 2 എണ്ണം മതി. ഒരു വീതി കൂടിയ പേപ്പർ റോളും ഒരു തിന്നായ പേപ്പർ റോളും യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മഡ് ഗാർഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിനെ 2 ഭാഗങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഹാഫായിട്ടല്ല, ഫ്രണ്ടിലത്തെ മഡ് ഗാർഡിന് കുറച്ച് നീളം കുറവായിരിക്കും, ബാക്കിലത്തേന് കുറച്ച് നീളം കൂടുതലുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലത്തെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് ബാക്ക് സൈഡിലത്തെ മഡ് ഗാർഡ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ നടുക്കിന്ന് ഈ മഡ് ഗാർഡിൻ്റെ ഈ അറ്റത്തേക്കും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ വീല് ഈ ഫ്രെയിമിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി തിന്നായിട്ടുള്ളൊരു പേപ്പർ റോൾ ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇതേപോലെ ഒരു കമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെഡലിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതേപോലെ നമ്മൾ മടക്കിയെടുക്കുക. എന്നിട്ട് തിന്നായിട്ടുള്ള കാർഡ്ബോർഡിൽ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ 3 എണ്ണം വരച്ച്
കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലത്തെ ഒരെണ്ണം നമ്മൾ കുറച്ച് സൈസ് ചെറുതാക്കുക. ഇതേപോലെ കുറച്ച് സൈസ് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 കൂടി ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നടുക്കിൽ ചെറിയ കാർഡ്ബോർഡാണ് കേട്ടോ. 2 വലിയ കാർഡ്ബോർഡിൻ്റെ ഇടയിൽ ചെറിയ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നടുക്കിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തിയെടുക്കാം. എന്നിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മടക്കിയതൊന്ന് നിവർത്തിയിട്ട് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ മടക്കിയെടുക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കടത്തിയിട്ട് നമ്മൾ മുമ്പ് എങ്ങനെയാണ് ആ ഒരു ഷേപ്പിൽ മടക്കിയിട്ടുണ്ടായിരുന്നത് അതേപോലെ ഇത് മടക്കിയെടുക്കാം. ഇനി നമ്മൾ 3 ചെറിയ പേപ്പർ റോൾസ് ഇതേപോലെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കാല് വെക്കണ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ 2 നമ്മൾ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡിൽ ഇതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ചെയിൻ ഇടാൻ വേണ്ടി റിങ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് നടുക്കിലായിട്ട് കാണാനില്ലേ, അതേ രീതിയിൽ അതിനേക്കാട്ടിലും കുറച്ച് സൈസ് ചെറുതാക്കിയിട്ട് ഒരെണ്ണം കൂടി ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അതായത് 2 വലിയ കാർഡ്ബോർഡിൻ്റെ ഇടയിൽ ചെറുതൊരെണ്ണം വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ബാക്ക് സൈഡിലത്തെ വീലുണ്ടല്ലോ അതിൻ്റെ നടുക്കിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ ബാക്കിലത്തെ വീല് ഈ സൈക്കിളിൻ്റെ ഫ്രെയിമിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ റോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അടുത്തൊരു പേപ്പർ റോൾ വെച്ചിട്ട് ഇതേപോലെ വീലിൻ്റെ നടുക്കിൽ നിന്ന് ഈ നമ്മളുടെ ചെയിൻ ഇടുന്ന റിങ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലേക്കായിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ സൈക്കിൾ തിരിച്ച് വെച്ച് മറ്റേ സൈഡിലും കൂടി നമ്മൾ ഇതേപോലെ 2 സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം തിന്നായിട്ടുള്ളൊരു പേപ്പർ റോൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി ഞാൻ കടത്തിയിട്ടുണ്ട്, ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സൈക്കിളിൻ്റെ ഹാൻഡിൽ റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ ആ ഹാൻഡിലിൻ്റെ ഷേപ്പിൽ നമ്മളിതിങ്ങനെ വളച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ചെറിയൊരു പേപ്പർ റോൾ എടുത്തിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് ഇതേപോലെ വെച്ച് ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്കിംഗ് ടേപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചെറിയ പീസ് പേപ്പർ ഇതേപോലെ ഗ്ലൂ ആക്കി ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ആ പിടിക്കുന്ന ഭാഗത്ത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ പേപ്പർ ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സൈഡിൽ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ പേപ്പർ റോൾ എടുത്തിട്ട് അത് കുറച്ചും കൂടി വലിയൊരു പേപ്പർ റോളിൻ്റെ ഒരു ചെറിയ പീസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 സൈഡിൽ അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് വിട്ടു പോരാണ്ടിരിക്കാൻ ഞാൻ ഇതേപോലെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഹാൻഡിൽ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈറ്റൊക്കെ എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഗ്ലൂ ഒക്കെ ആക്കി ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മഡ് ഗാർഡ് ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതുണ്ടല്ലോ അത് ബാക്കിലായിട്ട് വീലിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതേപോലെ ഇങ്ങനെ കടത്തി വെച്ചിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീലിൻ്റെ നടുക്കിൽ നിന്ന് ഈ മഡ് ഗാർഡിൻ്റെ ഈ ഒരറ്റത്തേക്ക് നമ്മൾ ഒരു പേപ്പർ റോൾ വെച്ചിട്ട് തിന്നായിട്ടുള്ള പേപ്പർ റോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫ്രണ്ടിലത്തെ വീലിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയ്തത് നമ്മൾ ഈ സൈക്കിൾ തിരിച്ച് വെച്ചിട്ട് ഈ സൈഡിലും കൂടിയിട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്രേക്കിൻ്റെ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ മഡ് ഗാർഡിൻ്റെ മേലെയായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് സൈഡിലും ഇവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സീറ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പേപ്പർ റോൾ ഇങ്ങനെ കൈവച്ച് പ്രസ് ചെയ്ത് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സീറ്റ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചുറ്റി കൊടുക്കുകയാണ്. 1-2 വട്ടം ഇതിവിടെ ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഞാൻ ഈ പേപ്പർ റോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ്. ആദ്യം നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു സീറ്റിൻ്റെ ഷേപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരണം.
അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഫ്രണ്ടിൽ കുറച്ച് നീളത്തിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മളിതിങ്ങനെ ചുറ്റിയെടുക്കാം. ഫുള്ളായിട്ട് ഈ ഒരു പേപ്പർ റോൾ ഇങ്ങനെ ചുറ്റി അവസാനം വരുന്ന ഭാഗം നമ്മൾ ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് നമ്മൾ അതിനൊരു സീറ്റിൻ്റെ ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് നമ്മളുടെ സീറ്റ് ഇതേപോലെ ഇങ്ങനെ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. സീറ്റിൻ്റെ നടുക്കിലേക്ക് ഈ താഴ്ഭാഗം ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സീറ്റിൻ്റെ മേലെ ഫുള്ളായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം പേപ്പറിൽ ഞാൻ ഈ ഒരു സീറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയിൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കോട്ടൻ്റെ ഒരു ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വുളൻ ത്രെഡോ എന്ത് വേണമെങ്കിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ആ കാർഡ്ബോർഡ് 2 കാർഡ്ബോർഡിൻ്റെ ഇടയിൽ ചെറിയ കാർഡ്ബോർഡ്, അപ്പോൾ ആ ചെറിയ കാർഡ്ബോർഡ് ഒട്ടിച്ച ആ ഒരു ഗ്യാപ്പ് ഉണ്ട് നടുക്കിൽ, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ചിട്ട് വേണം ഈ ത്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്ത് നമ്മളിത് കെട്ടിക്കൊടുക്കുകയാണ്. കെട്ടിയതിന് ശേഷം കൂടുതലായിട്ടുള്ള ത്രെഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് വിട്ടു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നടുക്കിലുള്ള ആ ഒരു സ്പേസിലേക്ക് ഇതിങ്ങനെ കടത്തി വെച്ച് കൊടുക്കുകയാണ്, ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിതിനൊരു ഫ്രെയിം ഒട്ടിച്ച് കൊടുക്കുകയാണ്. കാർഡ്ബോർഡിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ടൊരു പേപ്പർ റോളിൻ്റെ ഉള്ളിൽ ഒരു കമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതലുള്ള നീളം കട്ട് ചെയ്ത് മാറ്റുക, താഴ്ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്കിൻ്റെ വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽമേന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇതേപോലെ ഒരു വയർ നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഒരു മഡ് ഗാർഡിൻ്റെ അവിടെ ഒട്ടിച്ചിട്ടില്ലേ, കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ടില്ലേ, അവിടേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തൊരു വയർ നമ്മൾ ഹാൻഡിൽമേന്ന് ബാക്കിലത്തെ ടയറിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനൊരു വയറെടുത്തിട്ട് ഇതേപോലെ ബാംബൂ സ്റ്റിക്കിൽ ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട്. ഒരു സ്പ്രിങ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. 4-5 പ്രാവശ്യം ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് കൂടുതലുള്ളത് കട്ട് ചെയ്ത് മാറ്റാണ്. ഇതിപ്പോൾ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ 2 എണ്ണം കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ സീറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കുക. ഒരെണ്ണം ഫ്രണ്ടിലായിട്ടും താഴെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വീലിൻ്റെ കമ്പികളുണ്ടല്ലോ, ആ ഭാഗത്ത് സിൽവർ കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റിമ്മിൻ്റെ ഭാഗത്ത് ഈ കമ്പികളൊക്കെ ഒട്ടിച്ചിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഞാൻ റൗണ്ട് ഷേപ്പിൽ സിൽവർ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാൻഡിലും സിൽവർ കളർ പെയിൻറ്റ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പേപ്പർ സൈക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്, എന്നാലും നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാൻ പറയുക. അതേപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വല്ല മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.